കൃഷ്ണപുരം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലെ നാഷണൽ സർവീസ് സ്കീം സപ്തദിന ക്യാമ്പ് ആരംഭിച്ചു. കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രാധാമണി രാജൻ ഉദ്ഘാടനം നിർവഹിച്ചു. കൃഷ്ണപുരം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന സപ്തദിന സഹവാസ ക്യാമ്പ് സമന്വയത്തിന് തുടക്കമായി. കൃഷ്ണപുരം തൻവീർ സെന്റർ സ്കൂളിലാണ് സപ്തദിന ക്യാമ്പ് നടക്കുന്നത്. ഇതിനോടനുബന്ധിച്ച് നടന്ന യോഗത്തിൽ PTA പ്രസിഡന്റ് N രാജേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ വിനോദ് കുമാർ സ്വാഗതം ആശംസിച്ചു. കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി രാധാമണി രാജൻ ഉദ്ഘാടനം നിർവഹിച്ചു. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആശാരാജ് മുഖ്യപ്രഭാഷകയും കായംകുളം നഗരസഭ വൈസ് ചെയർമാൻ J ആദർശ്, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്യാമല അനിമോൻ എന്നിവർ മുഖ്യ അതിഥികളായിരുന്നു. മുനിസിപ്പൽ കൌൺസിലർ ബിനു അശോക് ക്യാമ്പ് സന്ദേശവും NSS പ്രോഗ്രാം ഓഫീസർ ക്യാമ്പ് അവതരണവും നടത്തി. സ്കൂൾ പ്രിൻസിപ്പൽ ശ്രീജ A ശ്രീധരൻ, PTA പ്രസിഡന്റ് അരുൺകുമാർ, ഹരികുമാർ കൊട്ടാരം എന്നിവർ ആശംസകൾ അറിയിച്ചു. നമ്മളിത് ഇപ്പം നമ്മുടെ ഈ തൻവീർ സ്കൂളിലേക്ക് വന്നിരിക്കുകയാണ്. ഈ കോട്ടക്കാർ സ്കൂളായാലും തൻവീർ സ്കൂളായാലും ഇതെല്ലാം നമ്മൾ പഴയ രാജ്യക്കാരാണ്. നമ്മൾ ഏത് രാജ്യക്കാരാണ്? ഇന്ത്യക്കാരല്ല. പഴയ കാലത്ത് പറയാമെങ്കിൽ നമ്മളെല്ലാം ഓണാട്ടുകാരക്കാരാണ്. കായംകുളം, മാവേലിക്കര, കരുനാഗപ്പള്ളി പ്രദേശത്തുള്ളവരാണ്. നമ്മൾ ഓണാട്ടുകാരക്കാരാണ്. അതിൽ നമുക്ക് പ്രത്യേകമായിട്ടൊരു സൗന്ദര്യമുണ്ട്. നമ്മുടെ സംസാര ഭാഷ, നിന്റെ മുങ്ങി എന്താണ് ഇങ്ങനെ ഇരിക്കുന്നത്, നമ്മൾ പറയും മുങ്ങിന്ന്, ആ മുഖം അവല് ഗൗരവത്തിൽ പറയും നമ്മൾ മുങ്ങി, നീ കഞ്ഞി കുടിച്ചോളാം. അപ്പൊ നമുക്ക് ഓണാട്ടുകാരക്കാർക്ക് ശൈലി വരുന്നുണ്ട്. അപ്പൊ ആ ശൈലിയിൽ നിന്നാണ് നിങ്ങൾ വളർന്നു വരേണ്ടത്. പുറത്ത് വരുമ്പോൾ ചോദിക്കും, നിങ്ങൾ നീ തിരുവനന്തപുരക്കാരനാണെന്ന് ചോദിക്കില്ലേ, ചായകൾ കുടിച്ചോ ദൂരത്തിൽ വരും. ആ രീതിയിൽ നമുക്ക് ഓണാട്ടുകാരക്കാർക്ക് ശുദ്ധമായ ഭാഷ, ശുദ്ധമായ ശൈലി, എല്ലാ രീതിയിലും. ജാതി മത വർഗ വ്യത്യാസമൊന്നുമില്ല. ഇപ്പോഴാണ് നമ്മൾ ജാതി വർഗ പറയുന്നില്ല. നമ്മളെല്ലാം ഇപ്പൊ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ആർക്കും ഇരിക്കുന്ന ആർക്കെങ്കിലും ജാതി വ്യത്യാസമുണ്ടോ, മതത്തിന് വ്യത്യാസമുണ്ട്. നമ്മുടെ എല്ലാം ചോരയാണ്. ആ മനോഭാവം വേണം. നമ്മൾ പുതിയൊരു വ്യക്തിയായി മാറുന്ന ഒരു അത്യപൂർവമായിട്ടുള്ള നിമിഷമാണ്. കാരണം അക്കാഡമിക് തലത്തിൽ നിന്നും പാഠപുസ്തകങ്ങളിൽ നിന്നും മാറി നിന്നുകൊണ്ട് നമ്മുടെ ഒരു അവയവം പോലെ നമ്മളിന്നും സൃഷ്ടിക്കുന്ന നമ്മുടെ മൊബൈൽ ഫോണിൽ നിന്നും അകന്നുകൊണ്ട് സമൂഹത്തിലേക്ക് ഇറങ്ങുന്ന ഒരു ഏറ്റവും സ്ഥിരമായ കാഴ്ച. 10-30 വർഷക്കാലത്തിന് മുമ്പ് നാഷണൽ സർവീസ് സ്കീമിൻ്റെ ക്യാമ്പുകളിൽ പങ്കെടുത്ത അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ഞാൻ പറയുകയാണ്. അവിടെ നിന്ന് ലഭിച്ചതാണ് എന്നിലെ അന്തർമുഖത്വം മാറി ഞാൻ മറ്റുള്ളവരോട് സംസാരിക്കുവാൻ തുടങ്ങിയിട്ടുള്ളത്. ഞാൻ അധികം ആരോടും മിണ്ടാതെ ഞാൻ ഒതുങ്ങിക്കൂടിയിരുന്ന ഒരു വ്യക്തിയായിരുന്നതാണ്. NSS ക്യാമ്പിൽ ഇത്തരം എല്ലാവരോടും സഹകരിക്കുകയും ഒരുപക്ഷെ ക്ലാസ് റൂമിൽ നമ്മൾ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളോട് മാത്രം സംസാരിച്ചിരുന്നു എങ്കിലും ക്യാമ്പുകളിൽ നമ്മൾ സംസാരിക്കുന്നത് എല്ലാ വ്യക്തികളോടുമാണ്. അതിനടുത്തതായിട്ട് നടന്ന ഡിജിറ്റൽ ലിറ്ററസി, നമ്മുടെ സമൂഹത്തിലെ പ്രായമായ ആളുകൾക്ക് വേണ്ടി ഒരു ഡിജിറ്റൽ പ്രോഗ്രാമാണ് നടത്തപ്പെടുന്നത്. പല സേവനങ്ങൾ, ഡിജിറ്റലായിട്ടുള്ള പല സേവനങ്ങൾ എങ്ങനെ നടത്താം എന്നതിനെ കുറിച്ചുള്ള ഒരു പരിശീലനമാണ് ഡിജിറ്റൽ ലിറ്ററസി കൂടെ ഉദ്ദേശിക്കുന്നത്. CDNet ന്യൂസ്, കൃഷ്ണപുരം.